ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓണം കഴിഞ്ഞതിന് ശേഷം ഓണസദ്യേൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം കണ്ടിട്ട് നമ്മളൊരു സദ്യ ഉണ്ടാക്കി. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം അപ്പോഴൊന്നും വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനില്ലേനു. പിന്നെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് ഇന്ന് സാമ്പാറും അവിയലും പിന്നെ സദ്യക്കുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് സദ്യ പോലെ കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പം എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും ഉമ്മമ്മയും വരുന്നുണ്ട്. അപ്പോൾ ഓരും കൂടെ ആകുമ്പം നല്ല രസമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ്. എനിക്കിങ്ങനെ ഈ സദ്യയിലുള്ള ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അങ്ങനെയൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ ഉമ്മ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ കറി ടേസ്റ്റ് കൂടാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. ഇത് അവിയലിനുള്ള പച്ചക്കറികൾ ഒക്കെ നീളത്തിൽ മുറിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടുക്ക് ഉമ്മ സാമ്പാറിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മൻ്റെ അനിയത്തി ഈ സമയപ്പത്തിന് എത്തിനു. അങ്ങനെ നമ്മൾ രണ്ടുപേരും സൈഡിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഉമ്മയാണ് മെയിനായിട്ട് എല്ലാ മസാലപ്പൊടികളും ഒക്കെ ചേർക്കുന്നത്. ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ. ഇതിപ്പോൾ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് കിട്ടിയാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ രാവിലെ മുതലേ ഇങ്ങനെ വികൽ തുടങ്ങും. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുകയാണ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ കുറേ മധുരം ഇടണം. പഞ്ചസാര നല്ലോണം ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് അടിക്കുന്ന സമയത്ത് നമ്മൾ പൾസ് മോഡിലിട്ടിട്ടാണ് അടിക്കൽ. കാരണം കുരു വല്ലാതെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. കുരു അധികം ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഇപ്പം എല്ലാവരും കൂടെ കുടിക്കുകയാണ്. ഇത് കുറച്ച് പുഡിംഗ് കറിയാണ്. ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്നതാ. നമ്മൾ സദ്യ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വരുമ്പം ഇതും എടുത്തിട്ടാണ് വന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് പച്ചടിയാണ്. ഒന്നിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കണോണ്ട് പിന്നെ ഒരു തിരക്കുവേനു. പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് വേയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം ഏതാണ്ടൊക്കെ റെഡി ആയിന്. ബീട്രൂട്ട് പച്ചടി, രസം, സാമ്പാർ, പായസം, അവിയൽ, പിന്നെ മോരും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇല വെട്ടിയിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു ഗെയിമിംഗ് ആപ്പ് പരിചയപ്പെടുത്തി തരാം. വിൻസോ ആപ്പ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അത് അവരുടെ വെബ്സൈറ്റിലൂടെ തന്നെ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീ ഫയർ, ക്യാരംസ്, ക്രിക്കറ്റ്, ബബിൾ ഷൂട്ടർ, പൂൾ അങ്ങനത്തെ ഒരുപാട് ഗെയിംസ് കളിക്കാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ ആപ്പ് നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് വേറുള്ളവർക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പൈസ കിട്ടും. ആ പൈസ നമുക്ക് Paytm വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മോഡ്സ് വഴി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ വേൾഡ് വാർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. അതിൽ നമ്മൾ 5 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 50 രൂപ ഇവർ സൈനപ്പ് ബോണസ് ആയിട്ട് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപയോഗിച്ചിട്ട് നമുക്ക് കാർഡ് ഗെയിംസ് കളിക്കാൻ പറ്റും. അതിനൊന്നും KYCൻ്റെ ആവശ്യമില്ല, അതില്ലാതെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ വിൻസോ സ്റ്റോറിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇനി നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആകെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ, എന്നാലും നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഇങ്ങനെ ഇലയിലൊക്കെ കഴിക്കുമ്പം നല്ലൊരു രസമാണ്. അപ്പോൾ ഇനി ഐറ്റംസൊക്കെ വിളമ്പുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോരോ ഐറ്റംസ് എടുത്തിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിച്ചു ഇത്താത്തനെ വിളിച്ചിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കിയതൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്താത്ത ഇവിടെ ഇല്ല, ഇത്താത്തൻ്റെ വീട്ടിൽ പോയേക്കാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് സദ്യ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. സംഭവം കുറച്ച് കറികളാണെങ്കിലും ഉള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചോറ് കഴിച്ചിട്ടുണ്ട്.
അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബിച്ചു എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പഴവും പിന്നെ പപ്പടവും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള പാക്കേജ് ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് റഹ്മാൻ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഇന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇൻസ്റ്റഗ്രാം പേജാണ്. അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബോഡി സ്പ്രേ ആണ്. ഇത് പിങ്ക് ലേഡീസിനും പിന്നെ ബ്ലാക്ക് ജെൻസിനും ആണെന്ന് പറഞ്ഞത്. ഈ ബോഡി സ്പ്രേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. നമുക്ക് കുറേ സമയം സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നെയ്യാണ്. നല്ല സെക്യൂറായിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ബബിൾ റാപ്പ് ചെയ്ത് അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് അങ്ങനെ ഭയങ്കര സെക്യൂറായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നെയ്യ് പ്യുവർ നെയ്യാണ്. ഇവരൊരു ഫാമിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. നല്ല നെയ്യാണ്. അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പ്യുവറാണെന്നുള്ളത്. ഇത് സോപ്പാണ്. ഗ്രാം ഫ്ലോറിൻ്റെ കടലപ്പൊടിൻ്റെ സോപ്പാണിത്. ഫേസ് ആൻഡ് ബോഡി ഓയിലും പിന്നെ ഹെർബൽ കോൺസെൻട്രേറ്റും ആണിത്. നല്ല സെക്യൂർ പാക്കിംഗ് തന്നെയാണോ ഇതിൻ്റെതും. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്താണെന്ന് നോക്കണം. ഇൻഷാല്ല യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ റിവ്യൂ പറയുന്നുണ്ട്. ഇത് ടോണറാണ്. നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോണറാണ്. ആദ്യം ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ സോപ്പുകളാണ്. കണ്ടിട്ട് തന്നെ നല്ല രസം. ഹോം മെയ്ഡാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഓറഞ്ച് ആൻഡ് ഹണി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് മിൽക്ക് ആൻഡ് സാഫ്രൻ. ഇതിൻ്റെ ഉള്ളിൽ സാഫ്രൻ സ്റ്റഫ് ചെയ്തത് നമുക്കിങ്ങനെ സൈഡിൽ കൂടെ നോക്കിയാൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇത് ചാർക്കോൾ ആൻഡ് MHP ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോപ്പാണ്. അങ്ങനെ ഈ 3 ഹോം മെയ്ഡ് സോപ്പുകളാണുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഒരു സെപ്പറേറ്റ് ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റത്തെ ഐറ്റം 2 ടൂത്ത് ബ്രഷാണ്. ബാംബൂ ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് ബയോഡിഗ്രേഡബിൾ ആണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുമേൽ. പിന്നെ ഒരു കുഞ്ഞ് പൗച്ചിൻ്റെ അകത്ത് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ലെറ്റർ പോലെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് അത് വായിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പൗച്ചുണ്ട്. നമുക്കിപ്പോൾ കോയിൻ ഇട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇയർഫോൺസ് ഇട്ട് വെക്കാം. അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞ് പൗച്ചും ഉണ്ട്. ഇതുപോലത്തെ കുഞ്ഞ് ഡബ്ബയിലായിട്ട് കാശ്മീരി സാഫ്രൻ ആണുള്ളത്. ഇത് അത്തിപ്പഴമാണ്. അതിങ്ങനെ കുറച്ചെണ്ണം ഒരു പാക്കിംഗ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ ഒരു സംഭവം എന്താ വെച്ചാൽ അധികവും ഇവരത് ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പാക്കിങ്ങും ആണ്. പൊട്ടുന്നൊന്നും പേടിക്കേണ്ട. ഇത് ചോക്ലേറ്റ് ആണ്, ആൽമണ്ട് ചോക്ലേറ്റ്സ് ആണ്. ഇത് തുറന്നതേ ഓർമ്മയുള്ളൂ. ഇനി പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് തീർത്ത് വേഗം തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹോം മെയ്ഡ് ചോക്ലേറ്റ് സാധാരണ നമ്മളിപ്പോൾ ഊട്ടി അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നി എനിക്ക്. അടിപൊളിയേനു. പിന്നെ അടുത്ത പാക്കിങ് സാഫ്രൻ ജെല്ലാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് ഫേസിന് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ പാടൊക്കെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തുള്ള ഇങ്ങനെ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കുറച്ച് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം കൂടെ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു കുപ്പിയിൽ തേനുണ്ട്, റോ ഹണിയാണിത്. അതുപോലെ തന്നെ വേറെ 2 പാക്കിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് MHP ക്ലെൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ ഹെയർ പാക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ.
ഹെർബൽ ഹെയർ പാക്കാണ്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് റഹ്മാൻ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അധികവും ഹോം മെയ്ഡ് തന്നെയാണ്, ഇവർ തന്നെയാണ് റെഡിയാക്കുന്നത്. നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. ഇവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറിയിട്ട് നോക്കുക, എന്നിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് വാങ്ങിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു കൊറിയറും വന്നിട്ടുണ്ട്. ഇത് ഫെറ ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നാണ്. അവർ 3 നെയിൽ കോൺസ് അയച്ചു തന്നെയാണ്. നമ്മുടെ ശർക്കര മൈലാഞ്ചി ഉണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെ നെയിൽ കോൺസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു ഹെന്ന കോണും ഉണ്ട്. പിന്നെയുള്ള സംഭവം നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ബ്ലാക്ക് ഹെന്നൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് കുറേ പേര് ഇങ്ങനെ ചോദിക്കലുണ്ട് എവിടുന്നാണ് ബ്ലാക്ക് ഹെന്ന വാങ്ങിച്ചിട്ടുള്ളതെന്ന്. ഇവരുടെ പേജിൽ ഫെറ ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ ബ്ലാക്ക് ഹെന്ന കിട്ടുന്നുണ്ട്. ഈ നെയിൽ കോണും പിന്നെ ഹെന്ന കോണും ഓർഗാനിക് ആണ്, അവർ തന്നെ ഉണ്ടാക്കുന്നതാ. ബ്ലാക്ക് ഹെന്ന ഓർഗാനിക് അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേണ്. ഫെറ ഹെന്ന എന്ന് ഇൻസ്റ്റഗ്രാമിൽ ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കയറിയിട്ട് നോക്കുക. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ജുമാട്ടിലും പോകണം. അങ്ങനെ എജുമായിട്ട് എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അനീസ്ക്ക് ഇതിന് മുന്നേ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അനീസ്ക്ക് അത്യാവശ്യം പെയിൻറ്റ് ചെയ്യും, ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യും. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മുന്നേ വരലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഷോപ്പ് നല്ല ഇഷ്ടമായി. കാരണം നമ്മുടെ ബേക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ക്രാഫ്റ്റിനുള്ളത്, പിന്നെ ക്യാൻവാസുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത്. ഞാൻ ചെറുതായിട്ടൊരു വാൾ ഡെക്കർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അനീസ്ക എന്തൊക്കെയോ പെയിൻറ്റും ബ്രഷും അങ്ങനത്തെ എന്തെല്ലോ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ അനിയൻ സെബിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫലാഫൽ ഐറ്റംസ് എല്ലാം ഉള്ള മക്ക റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. അപ്പം നമ്മൾ അവിടുന്ന് അവരുടെ 3 ടോപ്പായിട്ട് നിൽക്കുന്ന ഫലാഫൽ റോളുകൾ വാങ്ങിച്ചു. ഒന്ന് സാമൂലിൻ്റെ അകത്ത് വെച്ചിട്ട്, 2 സാമൂലിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളതേനു, മറ്റതൊരു റോള് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്, ചിക്കനെല്ലാം വെച്ചിട്ടുള്ളതേനു. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സ്പെഷ്യലി ആ റോളാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആയാലും അതിൽ യൂസ് ചെയ്ത സോസസ് ആയാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഒന്നും കൂടുതലായിട്ട് അങ്ങനെ ഒന്നിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും 30 രൂപ 40 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. നമ്മൾ ഈ 3 ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആകെ 120 രൂപയായിട്ടുള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെ ക്വാണ്ടിറ്റിയാണ്. നമുക്കൊന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. സത്യം പറഞ്ഞാൽ ഈ 30 രൂപക്കും 40 രൂപക്കൊക്കെ ഇവർക്ക് എങ്ങനെ മുതലാവുന്നതെന്നാണ് ആലോചിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ ഷോപ്പ് വന്നിട്ട് കോഴിക്കോട് ചാലിയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പം നിങ്ങൾ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൊടുക്കുന്ന പൈസക്ക് വേർത്താണ്. അത്രയും അടിപൊളി ടേസ്റ്റും ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം, വേണ്ടവർ അതിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്